ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടോ എന്ന ചർച്ചകൾ ലോകമെങ്ങും സജീവമാണ്. ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ പുതിയ വീഡിയോയുമായി നെതന്യാഹു രംഗത്തെത്തി. നെതന്യാഹു മരിച്ചെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ച വീഡിയോയിൽ നെതന്യാഹുവിന്റെ ഒരു കൈയിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു. കഫേയിൽ നിന്ന് കോഫി ഓർഡർ ചെയ്യുകയും അത് കുടിക്കുകയും ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് താൻ സുരക്ഷിതനാണെന്നും തന്റെ വിരലുകൾ യഥാർത്ഥമാണെന്നും പരിഹാസരൂപേണ നെതന്യാഹു പറയുന്നത്. നെതന്യാഹുവിൻ്റെതായി നേരത്തെ പുറത്തു വന്ന വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും അതിൽ അദ്ദേഹത്തിന് 6 വിരലുകളുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ടായിരുന്നു. ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ പുതിയ വീഡിയോയിൽ അദ്ദേഹം തന്റെ 2 കൈകളിലെയും വിരലുകൾ ക്യാമറയ്ക്ക് മുന്നിൽ എണ്ണി കാണിച്ചു. എന്നാൽ ഇതിൽ ഏത് വീഡിയോ ആണ് AI എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുമ്പോഴാണ് നെതന്യാഹുവിനെ പറ്റിയുള്ള ചർച്ചകൾ സജീവമാകുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മൊജ്തബ ഖമനേയിയെ പറ്റിയും ഇത്തരം അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. കൊല്ലപ്പെട്ട മുൻ നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മകൻ കൂടിയായ മൊജ്തബ വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാണെന്നും അദ്ദേഹത്തിന്റെ ഒരു കാലെങ്കിലും നഷ്ടപ്പെട്ടുവെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ടെഹ്റാനിലെ സിന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അതീവ സുരക്ഷാ വലയത്തിലാണ് മൊജ്തബയുടെ ചികിത്സ നടക്കുന്നതത്രേ. ബോംബാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ വയറിനും കരളിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയുടെ നിയന്ത്രണം പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ഇറാൻ നിഷേധിച്ചു. ഖമനേയി ആരോഗ്യവാനാണെന്നും രാജ്യത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അദ്ദേഹം തന്നെയാണെന്നും ഇറാൻ വിദേശകാര്യ വകുപ്പ് അധികൃതർ അറിയിച്ചു. മൊജ്തബ ഖമനേയിയെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൊജ്തബ ഖമനേയിയെയും നേതാക്കളെയും കുറിച്ച് വിവരം നൽകുന്നവർക്ക് $10 മില്യൺ പാരിതോഷികമാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. IRGCയുടെ 10 ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചാണ് US സൈനിക നീക്കം. റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പദ്ധതി വഴിയാണ് പ്രഖ്യാപനം. വിവരം നൽകുന്നവർക്ക് സംരക്ഷണമൊരുക്കുമെന്നും വാഗ്ദാനമുണ്ട്.